ഇന്ന് നമുക്ക് കെ മാപ്പ് യൂസിങ് SOP വെച്ചിട്ട് 4 വേരിയബിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെ മാപ്പ് എന്താണെന്ന് പഠിച്ചു. SOPയിലും POSലും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ 3 വേരിയബിൾസിനെ പറ്റിയും നോക്കിയായിരുന്നു. അതായത് SOPയിൽ 3 വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് 4 വേരിയബിൾസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെയാണ് ഒരു കെ മാപ്പ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സിംപ്ലിഫൈ ദ ബൂളിയൻ ഫംഗ്ഷൻ f of ABCD equal to the summation of അല്ലെങ്കിൽ സിഗ്മ ഓഫ് 1, 3, 7, 11, 15. സമ്മേഷൻ്റെ അവിടെ നമുക്ക് m എന്ന് കൊടുക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇത് സമ്മേഷൻ എന്ന് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സമ്മേഷൻ എന്ന് പറയുന്നത് അത് മിൻ ടേം ആണ്. സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് മിൻ ടേം ആണ്. അപ്പോൾ നമുക്ക് ഇത് 4 വേരിയബിൾസ് ആണെന്ന് എങ്ങനെ മനസ്സിലാകും? ഇവിടെ നമുക്ക് 4 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 4 വേരിയബിൾസ് ഇല്ലാത്തൊരു കേസിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് 4 വേരിയബിൾ വാല്യൂ ആണെന്ന്? 4 വേരിയബിൾ കെ മാപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഇവിടെ 1, 3, 7, then 11, 15. ഇതിൽ 3 വേരിയബിൾസ് വാല്യൂസ് നമ്മൾ ബൈനറിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് 7 വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുക്കാറ്. 11ഉം 15ഉം എന്ന് പറയുന്നത് 16 അല്ലെങ്കിൽ നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് 11ഉം 15ഉം. അപ്പോൾ നമുക്ക് ഒരു 4 വേരിയബിൾസ് തന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂവിൽ നിന്ന്, ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു മിൻ ടേംസിൽ നിന്ന് നമുക്ക് ഇത് ഒരു 4 വേരിയബിൾസ് ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ 3 വേരിയബിൾസ് ആണെങ്കിൽ 0 to 7 വരെയുള്ള വാല്യൂസ് മാത്രമേ എടുക്കുകയുള്ളൂ. നമുക്കറിയാം 3 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ 2⁻³ = 8 സെൽസ് ആണ്. നമ്മൾ എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to 7 വരെ നമ്മൾ എടുക്കുന്നുണ്ട്. സോ നമുക്കിവിടെ എന്താ 8 സെൽസ് ഉള്ളതുകൊണ്ട് നമ്മൾ 7 വരെയുള്ള വാല്യൂസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് 3 വേരിയബിൾസ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ 11, 15 അല്ലെങ്കിൽ ഒരു 8, 9, 10 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 വേരിയബിൾസ് ആണോ 3 വേരിയബിൾസ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു വേരിയബിൾ സ്പെസിഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. 4 വേരിയബിൾ ആണോ 3 വേരിയബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: f of ABCD. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് 4 വേരിയബിൾസ് വേണം. ഇവിടെ 4 വേരിയബിൾസ് വേണം. പ്ലസ് ഇവിടെ എന്താണ് പറയുന്നത്? 1, 3, 7, 11, 15. നമുക്ക് ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മിൻ ടേംസിന് ഞാൻ ഇവിടെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുവാണ്. 1, 3, 7, 11, then 15. 1, 3, 7, 11, then 15. ഇതിൽ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം 4 വേരിയബിൾ ആണ്. 4 വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2⁴ = 16 സെൽസ്. നമുക്ക് എത്ര സെൽസ് വേണം? 16 സെൽസ്. സോ ഞാനിവിടെ ഒരു 16 സെല്ല് വരയ്ക്കുവാണേ. സെല്ലുള്ള ഒരു കെ മാപ്പ് അല്ലെങ്കിൽ ഒരു ടേബിൾ ഞാൻ വരച്ചു. ഇനി എന്താ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഞാൻ ഇതിനെ പാർട്ടീഷൻ ചെയ്തു. ഒരു കോർണർ ബേസ് ചെയ്തിട്ട് ഞാൻ പാർട്ടീഷൻ ചെയ്തു. ഇവിടെ എനിക്കറിയാം 4 റോ ഉണ്ട്. 4 റോ ഉള്ള കേസ് ആയതുകൊണ്ട് എനിക്കിവിടെ എത്ര വേരിയബിൾസ് ഉൾക്കൊള്ളിക്കാം? 2 വേരിയബിൾസിനെ ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇവിടെയും 4 കോളംസ് ഉണ്ട്. സോ ഞാനിവിടെ CT. നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വേരിയബിൾസിന് നമ്മൾ ഓർഡർ ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നെയിമിങ് കൊടുക്കാം. 0, 0, 0, 1, 1, 1, 1, 0. എന്തുകൊണ്ടാണ് ഇവിടെ 1, 1 എന്ന് വന്നത് മനസ്സിലായല്ലോ? നമ്മൾ ഗ്രേ കോഡ് യൂസ് ചെയ്തിട്ട് കെ മാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ 1, 1 എന്ന് വരുന്നത്. ദെൻ 0, 0, 0, 1, 1, 1, 1, 0. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നെയിമിങ് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള മിൻ ടേംസ് ഏതൊക്കെയാണ്? 1, 3, 7, 11, 15. അപ്പോൾ നമുക്ക് ഈ നമ്പറിൻ്റെ ബൈനറി നമ്പർ, അതായത് ഈ 1ൻ്റെ ബൈനറി വാല്യൂ എന്താണ്, 3യുടെ ബൈനറി വാല്യൂ എന്താണ്, 7ൻ്റെ ബൈനറി വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1, 3, 7, 11, 15. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മിൻ ടേംസ്. ഈ മിൻ ടേംസിൻ്റെ ബൈനറി നമ്പേഴ്സ് നമ്മൾ ഇതിൽ എടുക്കണം. ഇവിടെ 1 ആണ് 1ൻ്റെ ബൈനറി നമ്പർ. നമ്മളിവിടെ പറഞ്ഞു 4 വേരിയബിൾ ആണ്. 4 വേരിയബിൾ എന്ന് പറയുമ്പോൾ 4 ബിറ്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1നെ എടുക്കുമ്പോൾ 4 ബിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താ? 0, 0, 0, 1. 3 എന്ന് പറയുമ്പോൾ 0, 0, 1, 1. 7 എന്താണ്? 0, 1, 1, 1. 11 എന്ന് പറയുമ്പോൾ 1, 0, 1, 1. ദെൻ ഇവിടെ 15 എന്ന് പറയുമ്പോൾ 1, 1, 1, 1. ഇതാണ് നമ്മുടെ മിൻ ടേംസിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പേഴ്സ്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് നെയിമിംഗ് കൊടുക്കുക. അതായത് ഓരോ സെല്ലിനും അവരുടെ നെയിമിംഗ് കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നത്? ആദ്യം ഈ റോയിനെ
നമ്മൾ എഴുതുന്നു. ഈ ഫസ്റ്റ് റോ എന്താ 0 0 അല്ലേ. ദെൻ എന്താ ഈ കോളം എഴുതുന്നു 0 0. എഗെയിൻ ഈ റോ എടുക്കുന്നു 0 0 കോളം 0 1. ദെൻ 0 0 കോളം 1 1. ദെൻ 0 0 കോളം 1 0. ഇവിടെ നോക്കി അടുത്ത റോ എന്താ 1 0 ആണ് അല്ലേ. 0 1 0 1. ദെൻ 0 0. ഇവിടെ നോക്കി 0 1 റോ 0 1 കോളൻ. ദെൻ 0 1 റോ 1 1 കോളം. ദെൻ 0 1 റോ 1 0 കോളം. ദെൻ 1 1 0 0 കോളം. 1 1 റോ 0 1 കോളൻ. ദെൻ 1 1 1 1 കോളൻ. ദെൻ 1 1 1 0 കോളൻ. 1 0 0 0. ദെൻ 1 0 0 1. ദെൻ 1 0 1 1. 1 0 1 0. ഇങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മിൻ ടേംസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ബൈനറി വാല്യൂസ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഓരോ സെൽസിലും ബൈനറി വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ 0 0 0 1 എന്നുള്ള കോളം ഇതെവിടെയാണെന്ന് ചെക്ക് ചെയ്യും. 0 0 0 1 0 0 0 1 എന്നുള്ള കോളം ഇതെവിടെയാണ്? ഇവിടെ ഉണ്ട് അല്ലേ. അവിടെ ഞാൻ 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. മിൻ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ സെല്ലിലും റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഞാൻ 1 നെ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. പിന്നീട് ഇവിടെ അതാ പറയുന്നത് 3 ആണ്. 3യുടെ ബൈനറി വാല്യൂ ഏതാണ്? 3യുടെ ബൈനറി നമ്പർ ഏതാണ്? 0 0 1 1 0 0 1 1. ഇത് ഇവിടെയുണ്ട്. അഗെയിൻ 7 ഇതെവിടെയാ? 0 1 1. ഇവിടെ 0 1 1 1. ഇത് ഇവിടെയാണ്. അടുത്തത് 1 0 1 1. 1 0 1 1 എവിടെയാ? 1 0 1 1. ഇത് ഇവിടെയുണ്ട്. അതിനുശേഷം 1 1 1. ഇനി നോക്കേ, നമ്മൾ മിൻ ടേംസ് വെച്ചിട്ട് നമ്മുടെ കെ മാപ്പിൽ നമ്മൾ സെൽസിനെയൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ഓരോ സെല്ലിലും നമ്മുടെ ഓരോ മിൻ ടേംസിൽ നമ്മൾ 1 ആണ് എടുക്കുന്നത്. ആ 1 നെ ഞാനിവിടെ അസൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, കെ മാപ്പ് എപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാക്സിമം എലമെന്റ്സ് മിനിമം ഗ്രൂപ്പിംഗ്. അതായത് നമുക്ക് ഇതിൽ മാക്സിമം എലമെന്റ്സ് എടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഇതൊരു പെയറാക്കാം, ഇതിനൊരു പെയറാക്കാം, ഇത് വേറൊരു പെയറാക്കാം. അപ്പോൾ എത്രയാ? 1 2 3 3 പെയേഴ്സ് വരും. അതെന്താ? മാക്സിമം എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ മിനിമം എലമെന്റ്സിനെ മാക്സിമം ഗ്രൂപ്പിംഗാണ് എടുക്കുന്നത്. പക്ഷേ കെ മാപ്പ് നമ്മൾ എപ്പോൾ സിംപ്ലിഫൈ ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം എലമെന്റ്സിനെ മിനിമം ഗ്രൂപ്പിംഗിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ മാക്സിമം എലമെന്റ്സ്, ഇവിടെ നമുക്ക് മാക്സിമം സെൽസ് അടുത്തടുത്തുണ്ട് അല്ലേ. ഇവിടെ 1 ഉണ്ട്, തൊട്ടടുത്തായിട്ട് ഇവിടെ 1 ഉണ്ട്, നെക്സ്റ്റ് ഇവിടെ ഉണ്ട്, അടുത്തത് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒറ്റൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഞാനിവിടെ ഗ്രൂപ്പ് ചെയ്യുവാണ്. ഇതിനെ ഒറ്റ ഗ്രൂപ്പായിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? 4 സെല്ല്, അതായത് 4 സെൽസ് വരുമ്പോൾ അതിനെ ഞാൻ എന്താ പറയുന്നത്? ക്വാഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എന്താ വിളിക്കുന്നത്? ക്വാഡ്. ദെൻ ഇവിടെ ഒരാൾ മാറി നിൽക്കുന്നുണ്ട് അല്ലേ, അയാളെ കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് എന്ത് കിട്ടി? ഇതിനെ ഞാൻ പെയർ എന്ന് വിളിച്ചു. അതായത് 2 സെൽസ് ജോയിൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ 2 സെൽസിനെ ഗ്യാദർ ചെയ്യുന്നതിനെ നമ്മൾ പെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പെയറിനെ പെയർ എന്നുള്ള ഗ്രൂപ്പിംഗ് എടുക്കാം. ഫ്രം പെയർ ഗ്രൂപ്പ് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്ത് ആ പെയറിനെ എടുക്കുന്നു. ഈ പെയറിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കാം. ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട് അല്ലേ. ഫസ്റ്റ് സെല്ലിൽ 0 ഉണ്ട്, സെക്കൻഡ് സെല്ലിലും 0 ഉണ്ട്. ഇവിടെ ഈ 0ന്റെ വേരിയബിൾ ഏതാ? എ ആണ്. അപ്പൊ ഞാൻ പറയുവാണ് എ ഈസ് സെയിം. എ സെയിം ആണ്. എ സെയിം ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? എക്ക് ഏത് വാല്യൂ ആണോ ആ വാല്യൂവിനെ ഞാൻ എഴുതണം. എയുടെ വാല്യൂ എന്താണ്? ഇവിടെ 0 ആണ്. അപ്പോൾ മിൻ ടേംസിൽ എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേരിയബിളിൽ 0 വന്നു കഴിഞ്ഞാൽ ആ വേരിയബിളിനെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ വേരിയബിളിനെ കോംപ്ലിമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 0 ആയതുകൊണ്ട് ഞാൻ ഇവിടെ എ കോംപ്ലിമെന്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത വേരിയബിൾ നോക്കാം. ഇവിടെ 0, ഇവിടെയും 0 ആണ്. ഫസ്റ്റ് കോളത്തിൽ 0, സെക്കൻഡ് കോളത്തിലും 0 ആണ്. അപ്പോൾ ഞാനിവിടെ പറയുവാണ് ബി ഈസ് സെയിം. ബി സെയിം ആണ്. സോ ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഞാൻ ബി നെഗേഷൻ എന്ന് കൊടുത്തു. അതിനുശേഷം എനിക്ക് ഇവിടെ ആരാളുള്ളത്? ഇവിടെ 0 ആണ്. നെക്സ്റ്റ് വേരിയബിൾ ഞാൻ എടുത്തു. 0 എന്നുള്ളത് സി ആണ്. ഈ സിയുടെ ഇവിടെ 0 ആണ്, നെക്സ്റ്റ് കോളത്തിൽ 1 ആണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്, നമ്മളപ്പോൾ അതിനെ കൺസിഡർ ചെയ്യില്ല. അടുത്ത നോക്കി, ഡി എന്ന് പറയുന്ന വേരിയബിളിൽ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ 1 ആണ്, സെക്കൻഡ് കോളത്തിലെ വാല്യൂ 1 ആണ്. അപ്പോൾ ഡി എന്താണ്? ഡി ഈസ് സെയിം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഇവിടെ ഡി ഈസ് സെയിം. ഡിക്ക് ആ ഡി എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡി 1 എന്ന് കൊടുത്തു. മിൻ ടേംസിൽ നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ അൺകോംപ്ലിമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പെയർ എന്നുള്ളത് ഒരു ടേം ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേമിൽ നിന്ന് എനിക്ക് എന്താ കിട്ടിയത്? ഈ ടേമിൽ നിന്ന് എനിക്ക് കിട്ടിയ വാല്യൂസ് ആണ് എ നെഗേഷൻ,
ബി നെഗേഷൻ ഡി കിട്ടി. ഇനി എൻ്റെ കൂടെ ആരുണ്ട്? ഇവിടെ ക്വാഡ് ഉണ്ട് അല്ലേ? ഞാൻ ഫ്രം ക്വാഡ് എന്ന് എഴുതി, ഫ്രം ക്വാഡ് എന്ന് ഞാൻ എഴുതി. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ 4 സെല്ലിലും കോമൺ ആയിട്ടുള്ള വാല്യൂസ് ഏതാണെന്ന് നോക്കാം. ഇവിടെ 0 ഉണ്ട്, നെക്സ്റ്റ് സെല്ലിൽ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ടോ? ഇല്ല, 1 ആണ്. അപ്പൊ നമ്മൾ എനെ എടുക്കോ? ഇല്ല, എ ഡിഫറെന്റ് വേരിയബിൾ ഡിഫറെന്റ് വാല്യൂസ് ആണ്, എനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അടുത്ത് നോക്കി ബി ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ബീനെ നമ്മൾ കൺസിഡർ ചെയ്യോ? ഇല്ല, ബി ഡിഫറെന്റ് വാല്യൂ ആണ്, സോ ഞാൻ ബീനെ കൺസിഡർ ചെയ്യില്ല. ദെൻ ഇവിടെ ആരാ ഉള്ളത്? സി ഉണ്ട്, ഇവിടെ സി കോമൺ ആണ് അല്ലേ? ഈ സെല്ലിൽ സി ഉണ്ട്, ഇവിടെ സി 1 ആണ്, സിയുടെ വാല്യൂ 1 ആണ്. ഈ കോളത്തിൽ സിയുടെ വാല്യൂ 1 ആണ്, ഈ കോളത്തിൽ സിയുടെ വാല്യൂ 1 ആണ്. സോ ഞാൻ ഫ്രം കോഡിൽ സി ഈസ് സെയിം എന്ന് എഴുതി. എനിക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ സി എന്നാണ്. സി നെഗേഷൻ വരില്ല, കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ എനിക്ക് കിട്ടുന്ന സി എന്ന് പറയുന്ന വേരിയബിളിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഞാനിവിടെ സി ഒരു അൺകോംപ്ലിമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ വേറെ വേരിയബിൾ ഏതാ? ഡി ഉണ്ട് അല്ലേ? ഡിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഇവിടെ 1 ഉണ്ട്, നെക്സ്റ്റ് കോളം 1, നെക്സ്റ്റ് സെല്ല് 1, പിന്നത്തെ സെല്ലിലും 1, അത് കഴിഞ്ഞിട്ടുള്ള സെല്ലിലും 1. അപ്പൊ നമുക്ക് ഡി ഈസ് സെയിം 1, വാല്യൂ 1 വന്നതുകൊണ്ട് തന്നെ ആ വേരിയബിൾ എന്താണ്? അൺകോംപ്ലിമെന്റ് ആണ്. അപ്പോൾ ക്വാഡ് എന്നുള്ളത് അനദർ ടേം ആണ് മിൻ ടേംസിൽ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? സിയും ഡിയും ആണ്. മിൻ ടേംസിന്റെ കേസിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എ നെഗേഷൻ ബി നെഗേഷൻ ഡി പ്ലസ് സി ഡി. ഇതാണ് എനിക്ക് കിട്ടുന്ന എൻ്റെ സിംപ്ലിഫിക്കേഷൻ. അതായത് ഇങ്ങനെ ഒരു മിൻ ടേംസ് 4 വേരിയബിൾ ഉള്ള ഒരു മിൻ ടേംസ് തന്നിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സിംപ്ലിഫിക്കേഷൻ ആണ് എ നെഗേഷൻ ബി നെഗേഷൻ ഡി പ്ലസ് സി ഡി.